അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന വലിയൊരു കാളാഞ്ചിയാണ്. നിങ്ങൾക്ക് കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? ഈ ഒരു കാളാഞ്ചിക്ക് എത്ര തൂക്കുണ്ടാവും? നമ്മൾ വെച്ചേക്കുന്ന മത്സരത്തിൽ ഇവൻ വിൻ ചെയ്യും. അതായത് ആ 10,000 രൂപ ആർക്കായിരിക്കും കിട്ടാൻ പോണത് അറിയാലോ. നമ്മളൊരു കാളാഞ്ചിയെ പിടിക്കൽ മത്സരം വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും വലിപ്പമുള്ള കാളാഞ്ചിയെ പിടിച്ചിട്ട് വരുന്ന ആൾക്ക്, അതായത് ഏപ്രിൽ 30 മുൻപായിട്ട് പിടിച്ചിട്ട് വരുന്ന ആൾക്ക് നമ്മളൊരു 10,000 രൂപ പ്രൈസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്, ഫസ്റ്റ് പ്രൈസ് ആയിട്ട്. കഴിഞ്ഞ ദിവസം വരെ നമ്മുടെ കയ്യിൽ കിട്ടിയതിൽ വെച്ചിട്ട് ഏറ്റവും വലിപ്പമുള്ള കാളാഞ്ചി 14 കിലോയ്ക്ക് മേലെ തൂക്കുണ്ടായിരുന്ന ഒരു കാളാഞ്ചിയായിരുന്നു. പക്ഷേ ഈ ഒരു കാളാഞ്ചി കിട്ടിയപ്പോൾ ഇന്ന് ചൊവ്വാഴ്ച ഈ ഏപ്രിൽ 21 ഈ ഒരു കാളാഞ്ചി കിട്ടുമ്പോൾ ആളുടെ ഫസ്റ്റ് പ്രൈസ് പോയിട്ടുണ്ട്. ഇത് മുനമ്പങ്കാരി പിടിച്ചിട്ട് വന്ന കാളാഞ്ചിയാണ്ട, മറ്റേത് ആലപ്പിക്കാരായിരുന്നു, ആലപ്പുഴക്കാരായിരുന്നു കൊണ്ടുവന്നിരുന്നത്. ഈ ഒരു കാളാഞ്ചി എന്ന് പറഞ്ഞാൽ 17 കിലോ കൃത്യം 17 കിലോ തൂക്കുള്ള കാളാഞ്ചിനുണ്ട് നമ്മുടെ മുനമ്പങ്കാരി പിടിച്ചിട്ട് വന്നിട്ട് അവർക്ക് നമ്മൾ കയ്യോടെ തന്നെ തൂക്കിയെടുത്തിട്ട് പൈസ കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചീന വിലയിൽ കിട്ടിയൊരു കാളാഞ്ചിയാണ്. ഇവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്തുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ആ കാളാഞ്ചിയുടെ പൈസയാണത് ഇവർ ഈ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. കാളാഞ്ചിയുടെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയതിനും പൈസയല്ല കേട്ടോ, അതിന് ഇനിയും സമയമുണ്ട്, 30 തീയതി വരെ സമയമുണ്ട്. പക്ഷേ ഇത് ഇവർ കാളാഞ്ചിയെ കൊണ്ടുവന്നിട്ട് നമ്മളത് തൂക്കിയെടുത്തിട്ട് ആ കാളാഞ്ചിയുടെ ആ മീനിൻ്റെ പൈസയാണ് നമ്മൾ ആ കൊടുത്തത്. പിന്നെ നമ്മുടെ കടയിൽ നിന്ന് ഉണ്ടായിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ചെറിയ കാളാഞ്ചികളും ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ലൈവായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് രാവിലെ വന്ന കാളാഞ്ചി, വെളുപ്പിന് വന്ന കാളാഞ്ചി നമ്മൾ ലൈവായിട്ട് തന്നെ നമ്മുടെ ഫിഷ് ടാങ്കിലേക്ക് ഇട്ട കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ടത് കേട്ടോ. അപ്പോൾ രാവിലെ ചൊവ്വാഴ്ചയാണ്, ഇന്ന് ചെട്ടിക്കാട് ദിവസമാണ്. ചെട്ടിക്കാട് പള്ളിയിൽ അന്തോണിസ് കുഞ്ഞാളിൻ്റെ പള്ളിയിൽ പോണ ദിവസമാണ് എല്ലാവരും. അപ്പോൾ അതിൻ്റേതായ തിരക്ക് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇഷ്ടംപോലെ മീനൊക്കെ നമ്മൾ നിറക്കിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഏറ്റവും കൂടുതൽ കച്ചവടം കിട്ടിയെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പോലത്തെ നല്ല ചാളയായിരുന്നു, വലിയ ചാളയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കുറേ കിലോ കണക്കിനാണ് ചാള ഓരോരുത്തരായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ കിലോയ്ക്ക് 240 രൂപയ്ക്കാണ് നമ്മൾ ചാള വിട്ടുണ്ടായിരുന്നത്. അതുകൂടാണ്ട് ഈ കാണുന്ന പോലത്തെ കടലിലെ ഏരിയ ഉണ്ടായിരുന്നു. ഏരിയയൊക്കെ നമ്മളിന്ന് നല്ല 2 വില ഉണ്ടായിരുന്നു, 540 ഉണ്ടായിരുന്നു, 580 വലുപ്പം അനുസരിച്ചിട്ട്. അപ്പോൾ അതും അത്യാവശ്യം എല്ലാ കച്ചവടക്കാരും ഇന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നുണ്ട്. പിന്നെ കാളാഞ്ചി എന്നൊക്കെ പറഞ്ഞെങ്കിൽ 1 കിലോ മുതൽ 1.5 കിലോ സൈസുള്ള കാളാഞ്ചി, നേരത്തെ കണ്ട വലുതിനെ കൂടാണ്ട് ഈ കാണുന്ന പോലത്തെ കാളാഞ്ചികളുണ്ടായിരുന്നു. പിന്നെ വറ്റ ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ 440 രൂപയുടെ വറ്റയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം നാടൻ മീനൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ കച്ചവടക്കാർ ഇന്ന് കൊണ്ടുപോയ മീൻ എന്ന് പറഞ്ഞെങ്കിൽ അത് മത്തിയായിരുന്നു കേട്ടോ. പിന്നെ ഈ കാണുന്ന പോലത്തെ ടൈഗർ പോൺസ്, നമ്മൾ ഈ ആ ഒരു സൈസ് വരുന്ന ടൈഗർ പോൺസ് നമ്മൾ വിൽക്കുന്ന വില എന്ന് പറഞ്ഞെങ്കിൽ കിലോയ്ക്ക് 500 രൂപയ്ക്കാണ്. 650 വരെ കാരിച്ച മീൻ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 650 ആയിരുന്നു. പക്ഷേ ഇപ്പോൾ കണ്ടത് 500 രൂപ കണ്ടോ, വലിപ്പത്തിൻ്റെ വ്യത്യാസമാണത്. പിന്നെ ഇതാണ്ടോ ഞാൻ പറഞ്ഞ ഏരിയ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇത് 2 ടൈപ്പ് ഉണ്ടായിരുന്നു, 540 580 ഉണ്ടായിരുന്നില്ല. നല്ല വലുപ്പമുള്ളത് 580 ആയിരുന്നു വില. അപ്പോൾ അത് വറ്റിക്കാനും വറക്കാനൊക്കെ നല്ലൊരു മീനാണ്, ഉടയാത്ത മീനാണ്, നല്ല ടേസ്റ്റുള്ള ഒരു മീനാണ് ഈ ഏരിയ എന്ന് പറഞ്ഞെങ്കിൽ. പിന്നെ കൊഴുവ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കൊഴുവ നമ്മളിന്ന് വിറ്റുണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ കടലിലെ കൊഴുവയാണ്. അപ്പോൾ 180 രൂപയ്ക്കാണ് നമ്മൾ ആ കണ്ട കൊഴുവ നമ്മളിന്ന് വിറ്റുണ്ടായിരുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ കാളാഞ്ചി അറിയാലോ, കാളാഞ്ചി ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള മീനാണ്. അപ്പോൾ എല്ലാവരും കാളാഞ്ചി, എല്ലാ കച്ചവടക്കാരും ഒരു കാളാഞ്ചിയെങ്കിലും വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ടെന്ന്. അപ്പോൾ കച്ചവടക്കാർ കൂടാണ്ട് റീറ്റെയിൽ കസ്റ്റമേഴ്സും വരുന്നുണ്ട്, അവർക്ക് നമ്മൾ കാളാഞ്ചി കൊടുത്തായിരുന്നുണ്ടെന്ന് കുറേ. അത് 60 രൂപ. ഇത് മിനി ചേച്ചിക്ക് ആയതുകൊണ്ട് 340 രൂപ വരും. എന്ത് പറയണം? 340 രൂപ. 2 കിലോ. ജോഷി, അപ്പോൾ ശരിക്കും അതിനെ തൂക്കി കാണിക്കാൻ പോകണ്ട. തട്ട് വെക്ക്. എൻ്റെ പൊന്നേ, തട്ടൊടിയോ? തട്ടൊടിയില്ല. എത്ര? 17 കിലോ അല്ലേ? 17 കിലോ മൊത്തം സൂപ്പർ സാധനം. അപ്പം ഇതുവരെ നമുക്ക് കിട്ടിയ ഏറ്റവും വലിപ്പമുള്ള കാളാഞ്ചി. അതെ, 5 17 ചേച്ചി ഇതിനെ പൊക്കിയാലോ? പിടിച്ചോ. എത്ര? 6 കിലോ ആണെങ്കിലാ? അപ്പോൾ മിനി ചേച്ചി പറഞ്ഞ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 കിലോത്തിലേക്ക് ആയിരുന്നെങ്കിൽ മിനി ചേച്ചി എടുത്താനേ എന്നാണ് പറഞ്ഞത്. പക്ഷേ അത് കുറച്ചുകൂടി വലിപ്പം കൂടി പോയി. എന്തായാലും ആ കാളാഞ്ചി നമ്മുടെ ഇന്ന് വിറ്റ് പോയായിരുന്നു കേട്ടോ അപ്പോൾ തന്നെ. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കടയിൽ നിന്ന് പിന്നെ കൂടുതലായിട്ട് ഉണ്ടായിരുന്ന വേറൊരു ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഞണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന ഞണ്ട് നമ്മളിന്ന് വിറ്റുണ്ടായിരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിലോയ്ക്ക് 300 രൂപയ്ക്കുണ്ട്. അപ്പോൾ പല ഇഷ്ടംപോലെ ആൾക്കാർക്കാണ് നമ്മളിന്ന് ഞണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. റെസ്റ്റോറൻറ്റുകളെ കൂടാതെ നമ്മുടെ റീറ്റെയിൽ കസ്റ്റമേഴ്സിന് ഇഷ്ടംപോലെ പേർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ വരണവരും കാണുന്നവരൊക്കെ എല്ലാവരും ആകാംക്ഷയോടെ നോക്കിക്കായിരുന്നു ഈ കാളാഞ്ചിനെ കണ്ടിട്ട്, ഇത്രയും വലുപ്പമുള്ള കാളാഞ്ചിനെ കണ്ടിട്ട്. അപ്പോൾ അതേ ചാക്കോച്ചേട്ടന് സീതമ്മയൊക്കെ കൂടിയിട്ട് മാറി മാറി അതിനെ തൂക്കിയെടുത്ത് നിൽക്കുന്ന വീഡിയോയും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ്. അപ്പോൾ ആ കാളാഞ്ചി എന്തായാലും വിറ്റുപോയി. പക്ഷേ നമ്മൾ ഇന്ന് വെട്ടുന്നില്ല, നമ്മുടെ കസ്റ്റമർ റിക്വസ്റ്റ് ചെയ്തതനുസരിച്ച് നാളെയാണ് അത് വെട്ടി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ പിന്നെ ഈ കാണുന്ന ചെമ്മീൻ നമ്മളിന്ന് വിറ്റുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ 240 രൂപയ്ക്കായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചെമ്മീൻ്റെ സീസണായിട്ടുണ്ട്. അത്യാവശ്യക്കാരൊക്കെ ചെമ്മീൻ ആവശ്യമുള്ളവരൊക്കെ എത്രയും പെട്ടെന്ന് വന്നോ, ചെമ്മീനൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. പിന്നെ കരിമീൻ്റെ അവൈലബിലിറ്റി ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കുറവായിരുന്നു. കരിമീൻ അത്യാവശ്യക്കാർക്ക് കൊടുക്കുക എന്നുള്ള കരിമീൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലാതെ തട്ടിൽ ഏത് സമയത്ത് ഫുൾ ടൈം കരിമീൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു ഇന്ന്. പിന്നെ ഈ കാണുന്ന പോലത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല നാരൻ ചെമ്മീൻ, നമ്മുടെ നാടൻ ചെമ്മീനാണത്. ഈ കാണുന്ന പോലത്തെ ഒരു തരി ഐസ് പോലും വീഴാത്ത ഈ കാണുന്ന ചെമ്മീൻ്റെ സീസണാണ് ഇപ്പോൾ, നാരൻ ചെമ്മീൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെമ്മീൻ വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അച്ചാറിടാനോ റോസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഗൾഫിലോട്ടൊക്കെ ഈ ഫ്രൈ ചെയ്ത് കൊണ്ടുപോകാനോ വേവിച്ചുകൊണ്ട് പോകാനൊക്കെ താല്പര്യമുള്ളവർക്ക് പറ്റിയ സമയം എന്താണെന്ന് വെച്ചാൽ നല്ല നാടൻ ചെമ്മീൻ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വില കുറവും വേണ്ട. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചെമ്മീൻ നമുക്ക് 400 രൂപ 350 രൂപക്കൊക്കെ കൊടുത്തിരുന്ന ചെമ്മീനാണ്, അതായത് കുറവ് അവൈലബിലിറ്റി ഉള്ള സമയത്ത്. പക്ഷേ നമ്മളിപ്പോൾ ഇഷ്ടംപോലെ ചെമ്മീൻ കിട്ടുന്നതുകൊണ്ട് നമ്മളിപ്പോൾ ഈ ഒരു സൈസ് വരുന്ന ചെമ്മീൻ നമ്മളിപ്പോൾ വിൽക്കുന്ന വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 340 രൂപ കണ്ട്, വെറും 340 രൂപ. അതുകൂടാണ്ട് ടൈഗർ പ്രോൺസും കിട്ടുന്നുണ്ട്. ടൈഗർ പ്രോൺസ് എന്ന് പറഞ്ഞാൽ വലിപ്പം അനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ടോപ്പ് വലിപ്പമുള്ളതിന് 15 എണ്ണം 20 എണ്ണം ഒക്കെ 1 കിലോയിൽ വീഴുന്നതിന് 650 രൂപയും. പിന്നെ ചെറുതുണ്ട്, ചെറുത് 440, 500 വേറെ ഉണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ വേറൊരു കാളാഞ്ചി കൂടി ചാക്കിലാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ടീം എന്ന് പറഞ്ഞാൽ നമ്മുടെ മിഥുനാണ്. മിഥുനൊക്കെ ഇഷ്ടംപോലെ കാളാഞ്ചിന് ഇതേപോലെ പിടിച്ചിട്ട് വരാറുള്ളതാണ്. അപ്പം മിഥുൻ തന്നെ അതിനെ ത്രാസിലേക്ക് എടുത്ത് വെച്ചപ്പോൾ കറക്റ്റ് 800 തൂക്കുണ്ടായിരുന്ന ഒരു കാളാഞ്ചി ആയിരുന്നുണ്ടത്. അങ്ങനെ ആ 800 തൂക്കുള്ള കാളാഞ്ചി ഞാൻ പറഞ്ഞല്ലോ 17 കിലോത്തിൻ്റെ ഓൾറെഡി വിറ്റുപോയത്. അപ്പോൾ ഈ 800-നും ആളെ ആയിട്ടുണ്ട്. വേറൊരു കസ്റ്റമർ വന്ന് ഈ കാളാഞ്ചിയെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാളാഞ്ചിയെ ഇത് വെട്ടുന്നത് ചാക്കോച്ചേട്ടനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കാളാഞ്ചിയെ നമ്മൾ ചെത്തുന്ന വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നൊക്കെയാണ്. നമ്മൾ ഇതിനകത്തിട്ടായിരിക്കും വെട്ടുന്നത്. വീഡിയോ എടുക്കുമ്പോൾ കുറച്ചുകൂടിയും ക്ലാരിറ്റിയും വെട്ടവും വെളിച്ചവും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കടയിൽ പുറത്ത് കൊണ്ടുവന്നിട്ട് തട്ടിലിട്ടിട്ട് ചെത്തുന്നൊരു കാഴ്ച നിങ്ങൾ കാണണം. ഇത് കഴിഞ്ഞ് ചെത്തി ഇവനെ വെളുപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ കടയിലോട്ട് തന്നെ കൊണ്ടുപോയിട്ടായിരിക്കും വെട്ടണത്. മറ്റേ 17 കിലോത്തിൻ്റെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ കട്ട് ചെയ്താൽ മതി എന്നാണ്. ഇതിപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നതാണ് 800 17 കൊണ്ടുപോകുന്നാണ് തോന്നുന്നത്. 9 അവർ ചീന വില കിട്ടിയേക്കുന്നത്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 800 എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഈ ഒരു കാളാഞ്ചി ഇപ്പോൾ ചെത്തിക്കഴിയാറായിട്ട് ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ കടയുടെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് വെട്ടും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയാണ് മുട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നല്ല കനമുള്ള മുട്ടി തന്നെ വേണം കാളാഞ്ചിയൊക്കെ വെട്ടുമ്പോൾ, അല്ലെങ്കിൽ മീൻ ഇത്തിരി ഇതാവും. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇട്ട് വെട്ടുന്നില്ല, അകത്ത് കൊണ്ടുപോയിട്ടാണ് വെട്ടുന്നത്. അപ്പോൾ എന്തായാലും ആ കാളാഞ്ചിയെ ചെത്തി വെളുപ്പിച്ച് കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതേ ചാക്കോച്ചിട്ട് നമ്മുടെ കടയുടെ അകത്തോട്ട് കൊണ്ടുപോവേണ്ട. അപ്പോൾ അവിടെ ഇട്ടിട്ടാണ് നമ്മുടെ പുള്ളിമുട്ടിയിലിട്ട് അതിനെ വെട്ടി ശരിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ കാളാഞ്ചിയെ വെട്ടാനായിട്ടൊരു പ്രത്യേക രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് നമ്മുടെ കസ്റ്റമർ റിക്വസ്റ്റ് ചെയ്തതനുസരിച്ച് വറക്കാനായിട്ട് ഒരു പോർഷൻ, കറി വെക്കാനായിട്ട് ഒരു പോർഷൻ, പിന്നെ തലയും ബാക്കി മുള്ളുള്ള ഭാഗങ്ങളൊക്കെ വേറൊരു പോർഷനായിട്ട് ആകെ 3 പോർഷനായിട്ടാണ് കൊടുക്കാനായിട്ട് നമ്മൾ ഏറ്റേക്കുന്നത്. അപ്പോൾ ആ കസ്റ്റമർക്ക് പ്രത്യേകം ഈ ഫ്രീസറിലൊക്കെ സൂക്ഷിക്കുന്ന സമയത്ത് പ്രത്യേകം 3 ഇതായിട്ട് വെക്കുക. അപ്പോൾ വറക്കാനായിട്ടുള്ള ആവശ്യം വരുമ്പോൾ വറക്കാനായിട്ട് എടുക്കാം, വെക്കാനായിട്ട് വേണമെങ്കിൽ വെക്കാനായിട്ട് എടുക്കാം. അപ്പോൾ ആ ഒരു ടൈപ്പിലാണ് നമ്മൾ ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ചാക്കോച്ചേട്ടൻ ഓൾറെഡി അതിനെ വെട്ടിയിട്ടുണ്ട്. ഇനി അതിനെ ഒരു പോർഷൻ വറക്കാനും ഒരു പോർഷൻ കറിക്കുമായിട്ട് എടുക്കട്ടെ. അപ്പോൾ ഈ ഒരു കാണുന്ന പോർഷൻ നമ്മൾ കറിക്കായിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലുപ്പം ഉണ്ടാവില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 40 ഗ്രാമൊക്കെ വരുന്ന സൈസായിട്ടായിരിക്കും നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെന്ന് പറയുമ്പോൾ ഈ കാണുന്ന വയറിൻ്റെ അടിഭാഗമാണ് കറിക്കായിട്ട് നമ്മൾ മെയിനായിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് മുള്ളൊന്നും ഉണ്ടാവില്ല. എന്നിരുന്നാലും വറക്കാനായിട്ടെന്ന് പറയുമ്പോൾ നമ്മൾ കനം കുറച്ച രീതിയിലായിരിക്കും അരിയുന്നത്. അപ്പോൾ അത് മറ്റേ അവിടെ ഇരിക്കുന്ന വാൽഭാഗം ഉണ്ടല്ലോ, അതിൽ നിന്നായിരിക്കും നമ്മൾ
വറക്കാനായിട്ട് കണക്കാക്കിയിട്ട് പീസുകൾ എടുക്കാൻ പോകണേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ശരിക്കും ബുക്ക് പോലെ ഇങ്ങനെ തുറന്നെടുത്തിട്ട് ചാക്കോച്ചേട്ടൻ ബുക്ക് പോലെ ഇങ്ങനെ തുറന്നെടുത്തിട്ട് അതിനെ പല പല ഏടുകളായിട്ട് കട്ട് ചെയ്യുന്ന പോലെ ചെയ്തിട്ട് അതിനെ വീണ്ടും ചെറിയ കഷ്ണങ്ങളാക്കോട്ടെ. ഈ കാണുന്ന പോലത്തെ കഷ്ണങ്ങളാക്കിയിട്ട് ഫൈനലായിട്ട് കൊടുക്കും. ഫൈനൽ എന്ന് പറയുമ്പോൾ ഇതാണ് ശരിക്കും കാളാഞ്ചിയുടെ കറി പീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മൂന്നാമതായിട്ടാണല്ലോ വെട്ടുന്നത്. അപ്പോൾ അത് ഇനി നമ്മൾ എടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് കുറച്ച് ഭാഗം നമ്മൾ വറക്കാനായിട്ട് എടുക്കും. അപ്പോൾ ഇതിൽ നിന്ന് ആദ്യം കാണുന്ന ആ ഒരു പോർഷൻ നമ്മൾ കുറച്ച് കറിക്കുള്ളത് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള പോർഷൻ മൊത്തം നമ്മൾ പൊളിച്ചിട്ട് ഇതിനെ ഒന്നുകൂടിയും പൊളിക്കും നമ്മൾ. അതിനുശേഷം നമ്മൾ വറക്കാനായിട്ടുള്ള രീതിയിൽ ഇതിനെ കനം കുറഞ്ഞിട്ട് സ്ലൈസാക്കി കൊടുക്കട്ടെ. ഈ കാണുന്ന പോലെ വട്ടം നെടുകി അങ്ങോട്ട് കീറും. എന്നിട്ട് വീണ്ടും നമ്മളതിനെ ചെറിയ കഷ്ണമാക്കിയിട്ട് കൊടുക്കും വറക്കാനായിട്ട്. അത്യാവശ്യം ചെറുതെന്ന് പറയുമ്പോൾ വറക്കാനായിട്ട് എടുക്കുമ്പോൾ അത്യാവശ്യം നീളവും വീതിയൊക്കെ ഉണ്ടാവും കേട്ടോ. ഇത് വറക്കാനല്ലേ? വറക്കാനായിട്ടുള്ളത്. അപ്പോൾ കറിക്കും വറക്കാനും നമ്മൾ വെട്ടിക്കഴിഞ്ഞല്ലേ ചാക്കോ ചേട്ടാ? കഴിഞ്ഞ് അങ്ങനെ പറഞ്ഞു നേരം കൊണ്ടാണ് ചാക്കോ ചേട്ടൻ ആ ഒരു വലിയ കാളാഞ്ചി 800 തൂക്കുള്ള കാളാഞ്ചിയെ വെട്ടി നുറുക്കി പീസാക്കി കറിക്കും വറക്കാനും അങ്ങനെ ആ സെപ്പറേറ്റ് ആക്കി കൊടുത്തിട്ടാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത ഒരു ദിവസം വലിയൊരു മീനെ കൂടി വെട്ടുന്ന ഒരു വീഡിയോ ആയിട്ട് വരാമെന്നാണ് വിചാരിക്കണത്. അപ്പോൾ എന്തായാലും അങ്ങനെ സാധിക്കട്ടെ എന്ന് വിചാരിക്കണം. എന്തായാലും നാളെ കാണാട്ടെ. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ കണ്ടിരുന്ന നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വലിയൊരു നന്ദി കേട്ടോ. താങ്ക് യു സോ മച്ച്.